കണ്ടോ കണ്ടോ ഏറ് കൊണ്ടിട്ടെത്ര നാളായി. അയ്യോ അത് കൊണ്ടില്ല. ഇതെന്തായാലും ഞാൻ കൊള്ളിക്കഞ്ഞ. ഏറ് കൊണ്ടിട്ടെത്ര അയ്യോ ഇതുകൊണ്ട് എന്നാ പരിപാടിയാടി? നീ 24 മണിക്കൂറും എന്റെ മാവിന് ചുറ്റി കിടന്ന് കിടക്കുന്നത് നിനക്ക് പ്രാന്താ? എന്റെ ചേട്ടാ ഞാൻ ഒരു ഗർഭിണിയല്ലേ. എന്റെ മാവാണോ അതിന് കാരണം? അതല്ലെന്ന് എനിക്കൊരു മാങ്ങ തിന്നാൻ കൊതിയായിട്ട് അത് പറിക്കാൻ വന്നതല്ലേ ഞാന്. നീ ഭൂമിയിലേക്ക് ഇറങ്ങും. അയ്യോ ഞാൻ എനിക്ക് ഇറങ്ങാം. എന്നൊന്ന് പിടിച്ചിറക്കുന്നു. ഇങ്ങോട്ട് വാങ്ങട്. അയ്യോ അയ്യോ എന്ന് പിടിക്കുന്നേ. ദൈവം ഇവിടെ കമ്പാന്ന് പറഞ്ഞിട്ട് എന്നെ വച്ചെറിഞ്ഞേനെ ഇവള്. എന്റെ ഭഗവാനെ എന്ത് പരിപാടിയാ കാണിക്കണത്? എന്റെ ചേട്ടാ എനിക്ക് കൊതിയായിട്ടല്ലേ ഞാൻ ഒരു മാങ്ങ പറിച്ചു തിന്നാൻ വന്നേരം. നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയത്? ഈ മാവ് എന്റെ ആരാന്നറിയാമോ? എടി എന്റെ മൂത്ത മോനാടി ഇത്. മൂത്ത മോൻ. ചുമ്മാതല്ലേ ഞങ്ങളുടെ കുളിമുറിൽ അങ്ങോട്ട് നിങ്ങളുടെ മോനൊരു കൊമ്പൻ ചാച്ചി വെച്ച് നിക്കണത്. അതല്ല ഞാൻ പറഞ്ഞത്. അയ്യോ എന്തോരം മാങ്ങയാ മാവില്. ഒരുപാട് കണ്ണേറി ഞാൻ കണ്ടിട്ടുണ്ട്. കാവ്യാമാധവന്റെ വോയിസില് കണ്ണേറടിക്കണ ഒരുത്തിന് ആദ്യമായിട്ട് ഞങ്ങൾ. ചേട്ടാ എന്റെ കൊച്ചിനൊരു മാങ്ങ തിന്നാൻ കൊതിയായിട്ടല്ലേ. കൊച്ചുങ്ങൾ എന്നേലും ആഗ്രഹം പറഞ്ഞാ നടക്കുവാണെങ്കിൽ നമ്മൾ അങ്ങ് സാധിച്ചു കൊടുത്തായിട്ടോടാ. സൂപ്പർ ആയിട്ടുണ്ട്. നീ കാവ്യാമാധവൻ പറഞ്ഞാ ഞാൻ സിദ്ധിക്കും പറയും. ഇത്ര വലിയ വാശി എനിക്ക് ഒരു വർഷം മാങ്ങ തരൂലെന്ന്. ഒന്നാമതൊരു BMW കാർ ഞാൻ അവിടെ മേടിച്ചിട്ടിട്ട് അതെന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി 3 അടി വഴി ഞാൻ ഇവരുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് തന്നത് ഒരടി. ഒരടി വഴി എന്റെ അച്ഛൻ തന്നില്ലേ. പിന്നെ എന്താന്നേ? വഴിയല്ലെന്നല്ലേ കറിനെ കുറ്റിക്ക് ഒറ്റ അടിയത്. പിന്നെ ഞാൻ മാങ്ങ തന്നോ? അത് വേറൊന്നുമല്ല. നിങ്ങളുടെ കാറിന്റെ കളർ എന്താണ്? ചുമപ്പ്. ചുമന്ന കളർ ഉണ്ട്. എന്റെ അച്ഛൻ അപ്പ ഇളകും. ചുമന്ന കളർ കാണുമ്പോ ഇളകാനായിട്ട് നിന്റെ അച്ഛൻ ഈ പടക്കക്കാരൻ ദാസനല്ലേ, അല്ലാണ്ട് ജല്ലിക്കെട്ടുകാരെ കാളയാണോ? എന്നെ പറ്റിയ ഈ വക സാധനം അടിക്കല് കൊച്ചിന് ഇഷ്ടപ്പെട്ടല്ല. അങ്ങോട്ടൊന്നും ചവിട്ടാൻ പറ്റുന്നുണ്ട്. ദൈവമേ ഇങ്ങനെ ഉണ്ടോ ഒരു കൊച്ച്? എനിക്കൊരു വർഷം മാങ്ങ താ ചേട്ടാ. പിന്നെ മാങ്ങ മാങ്ങ തൊടരുത്. അയ്യോ അയ്യോ എന്തോന്ന് കാണിക്കുന്നത്? ഇതേ ഇവിടെ എന്തോന്ന് കാണിക്കുന്നത്? മാറിയില്ല. മാങ്ങ നിങ്ങളൊരു തള്ളയാണോ? ഒരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് മാങ്ങ തട്ടിപ്പറിച്ച് തിന്നാൻ നിങ്ങൾ നാണോ? മാങ്ങയല്ല ഞാനാ വീണത്. എടാ ഇത് ചെറുക്കണമെന്നല്ല, അതൊരു മുതുക്ക് കാരണല്ല. എനിക്ക് വിശന്നിട്ടാണ് ഞാൻ ഒരു ദിവസം മാങ്ങ പറിക്കാൻ വന്നത്. വിശന്നിട്ടാ? ഇത്രയും വയറ് വീർത്തിരുന്നിട്ടാ? അയ്യോ ഇത് നിറവേറെ ഗർഭിണിയാടാ ഞാൻ. സോറി പെങ്ങളെ, എനിക്ക് അറിഞ്ഞൂടാ പറ്റിപ്പോയി. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാനാ? അണ്ണഞ്ഞു വാ പറഞ്ഞുതരാം. ഞാൻ ഈ മാവ് കൊണ്ടുവന്നതാ. മാവ് കൊണ്ടുവരാ? നീ ആരും മലയണ്ണാനാ? മലയണ്ണാനല്ലെന്ന്. ഞാൻ ഈ മാങ്ങയൊക്കെ മൊത്തം എടുക്കുന്ന ആളാ. നീ പറഞ്ഞു കേട്ടാ തോന്നുന്നു എനിക്കൊരു മാങ്ങ മൊത്തത്തിൽ പൊക്കാനുള്ള ശക്തി ഇല്ലാത്തവനാണ്. നീ എന്നെ കളിയാക്കണോടാ. മാങ്ങാ മൂസ. മാങ്ങാ ജ്യൂസാ? മാങ്ങാ ജ്യൂസ് എന്നല്ല പറഞ്ഞ, മാങ്ങാ മൂസ. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ചേച്ചി ഒരു മിനിറ്റ്. ഈ മാങ്ങ എടുക്കുന്ന ആളാണ് മൊത്തത്തിൽ ബിസിനസിന്റെ ഞാനൊന്ന് പറഞ്ഞോട്ട് സുഹൃത്തെ. അപ്പൊ ഈ മാവ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാ. ഇതിലുള്ള മാങ്ങ എല്ലാം കൂടെ എനിക്ക്. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഈ മാങ്ങ മൊത്തം എടുത്തിരുന്നെങ്കിൽ എനിക്ക് എത്ര ഇത് വലിയ ശല്യം ആയാലും ഇത് മിണ്ടരുത്. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും എന്റെ ഇടയിൽ കേട്ടോ ചേച്ചി. അപ്പൊ ഈ കേട്ടോ ചേച്ചി, ഈ മാങ്ങ മൊത്തം എനിക്ക് തരുമോ? ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു മാങ്ങ ഇല്ല. പിന്നെയാണ് നിനക്ക് ഇത് മുഴുവൻ തരാൻ പോയാടാ. അപ്പൊ നിങ്ങളല്ലേ ഇതിന്റെ മുതലാളി? അപ്പൊ ഈ മാവിന്റെ ഓണർ ആരാണ്? മാങ്ങാണ്ടി. മാങ്ങാണ്ടി? മാങ്ങാണ്ടി കിളത്ത് വരുമ്പോഴാണ് വലിയ മാവായി വന്നത്. ഏതാ മാങ്ങാണ്ടി? നീ ആക്കിട്ട് മൂടി വെച്ചേക്ക. സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയാ കാലം കഥകളിൽ ഉണരുകയാ. അണ്ണാ മാങ്ങ നീ അവളായിട്ടല്ല ഡീൽ ഉറപ്പിച്ചേ. നീ ഉറപ്പിക്കേ. അണ്ണാ മനഃപൂർവ്വം അല്ലല്ലോ. കണ്ട മുതലാളിയാണെന്ന് തോന്നണ്ടേ? ഞാൻ വിചാരിച്ചതും പറക്കാൻ വന്ന ഏതോ കൊച്ചു പയ്യനാണെന്ന്. കൊച്ചു പയ്യനാണെന്നല്ലേ വിചാരിച്ചത്, അല്ലാണ്ട് ചില ആൾക്കാരുടെ കൂട്ട് തള്ളച്ചിയാണെന്നും വിചാരിച്ചില്ലല്ലോ. ഈ വക സാധനം അടിക്കല്ലേ കൊച്ചു ചവിട്ടണെന്ന്.
നീ എന്നെ തീർത്തോർത്ത് വെച്ച് താഴെ വെച്ച് പിന്നെ ആ. എനിക്ക് ഈ മാങ്ങ മൊത്തത്തിലൊന്ന് വേണമായിരുന്നു. ഈ മാങ്ങ മൊത്തത്തില് നിനക്ക് തരാം. ഇവക്ക് ഇതിനകത്ത് ഒരു കഷ്ണം പോലും കൊടുക്കില്ല. എന്തൊരു സ്വഭാവം നോക്ക്. ആ സ്വഭാവമാണ് അങ്ങനെ തന്നെ. എടാ മൂവാണ്ടൻ എങ്ങനെ മനസ്സിലായി? പൂ മണത്താ ഞാൻ പറയല്ലോ മാങ്ങ ഏതാണെന്ന്. എന്റെ മാങ്ങാ ശാസ്ത്രജ്ഞ, അത് മീന്റെ മുള്ള ഏതാണ്ട് കാക്ക കുട്ടി കൊണ്ടുപോയിട്ടത്. എന്ത് തന്നാ തരും? കാശ് തന്നാ തരും. അതെനിക്കും അറിയാം. ആ. എത്ര തരേണ്ടി വരും? ഇതിനിപ്പോ ഒരു 10,000 രൂപ ചെന്നേരെ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആ അത് ശരിയാ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നടുക്ക് മാത്രത്തിൽ മാങ്ങയുള്ളൂ. അതിന്റെ കാശ് ഞാൻ തരും. എടാ മത്തക്കണ്ണ അതല്ല പറഞ്ഞേ, പിന്നെ? അത് മൊത്തത്തില് മാങ്ങ. നമ്മൾ ഈ കച്ചവടക്കാരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ഓ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നേരെ നിന്ന സത്യം പറയും. ത്രാസ്, ഞെട്ടില്ല വട്ടയില്ല. പപ്പടം, കിക്കിലിക്കും കിളികിലിക്കും ഉത്തരത്തി ചത്തിരിക്കും. താക്കോല്. നീ കടങ്കഥ പുളുത്താൻ വേണ്ടി വന്നാണോ ഇങ്ങോട്ട്? അത് മാങ്ങാ കച്ചവടത്തിന് വന്നോ? മാങ്ങ കച്ചവടത്തിൽ. അത് പറയണ ചേട്ടാ ഇതിപ്പോ നോക്കിയിട്ട് ആ. ഒരു 5000 രൂപ അങ്ങോട്ട് തരും. എടാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വെറും 5000 രൂപ കിട്ടിയിട്ട് ഇത് കച്ചവടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. 300 ഏക്കർ തേയിലത്തോട്ടം, 10-14 പെട്രോൾ പമ്പ്, ചെമ്മീൻ കെട്ട്, ഇതൊക്കെ ഉള്ള ആസ്തിയുള്ള ഒരു കോടീശ്വരനാണ് ഞാൻ. കോടീശ്വരൻ. ചേട്ടാ ഓ, ഈ മാങ്ങടിക്ക് കൂട്ടി വെക്കോ. അണ്ടിക്കഞ്ഞിയും വച്ചു കുടിച്ച് തൊണ്ടി പോയി മലന്ന് കിടക്ക്. 3 ഏക്കർ റബ്ബറും തോട്ടം, പെട്രോൾ പമ്പ്, ചെമ്മീൻ കെട്ട്, മുതലാളിയുടെ വായി നിന്ന പാട്ട് ഒന്നുകൂടെ പാടണ. അണ്ടിക്കഞ്ഞിയും വച്ചു കുടിച്ച് തൊണ്ടി പോയി മലന്ന് കിടക്ക. കഷ്ടം. ഇതിപ്പോ എനിക്ക് എത്ര രൂപയ്ക്ക് തരുമെന്ന് പറ. ഒരു കാര്യം ചെയ്യാം, ആ ഒരു 7000 രൂപ. 7000 രൂപ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ ഇഞ്ഞതാ. ആ, എന്റെ അനിയ, അയച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ ഇതിന് മധുരവും ഇല്ല പുളിപ്പുമാണ്. വേറെ മേടിക്കില്ലടാ. കഷ്ടമാണോ? പിന്നല്ലാണ്ട്. ഏ ഈ ഉളിപ്പില്ലാത്തവളങ്ങനെ പലതും പറയും. അവൾക്ക് ഈ മാങ്ങ മൊത്തം തിന്നണം, അതാ അവക്കടെ ഉള്ളിലിരിപ്പ്. എടാ ഇതിലും കുറച്ച് കാശുള്ള വേറെ മാവും തൊട്ടോ മാങ്ങ ഞാൻ കാണിച്ചു തരാം. 10,000 രൂപയുടെ സാധനം കിട്ടും. നീ വാ നമുക്ക് എന്നാ പോയിട്ട് പിന്നെ നമ്മൾ മേടിക്കാം. അതുമല്ലോ നോക്കാം. ഒന്ന് ഈ പിശാച് സമ്മതിക്കും. 5000 രൂപ ഉറപ്പിച്ചു. ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. എന്നാ പിന്നെ ഞാൻ ഗൂഗിൾ പേയിലോട്ട് നമ്പർ ഇട്ടാ. ആ, ശരി. ആ നമ്പർ ഒന്ന് പറ. ആ 937 ആ. 65 62 67. ആ ആ 5000 രൂപ പോയാ ആയിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഏ? അടുത്ത ആഴ്ച ഒന്ന് ഞാൻ പറിച്ചോളാം. പറ്റില്ല. ആ പറക്കുകയാണെങ്കിൽ ഈ സെക്കൻഡിൽ പറിച്ചോ. ശോ, എന്ന് പറഞ്ഞാൽ ഞാൻ പണിക്കാരൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഈ മാവൊക്കെ നോക്കി നിർത്തിയിട്ട് അങ്ങ് പോവും. ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് പറിക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലെന്ന്. ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവള് പൈസ കൊടുത്ത് കല്ലറിയിപ്പിച്ച് ഈ മാങ്ങ മൊത്തം തിന്ന് കിടക്കും. അതാ പറഞ്ഞ നീ ഇപ്പൊ തന്നെ പറിച്ചോ. ആണോ? ആ എന്നാ പിന്നെ വിളിക്കാം. അങ്ങനെയല്ലേ വേണം. അല്ലേ, നിനക്ക് അല്ലേ. നിസാര കാശിന് ഈ മാങ്ങ മുഴുവൻ പോയില്ലേ? നഷ്ടക്കച്ചവടം ഇപ്പില്ല. അങ്ങനെ തന്നെ വേണം. ഒരു മാങ്ങ എനിക്ക് തന്നേച്ചെങ്കിലാ. ആർക്ക് നഷ്ടം? എന്ത്? എനിക്കൊരു നഷ്ടമില്ല. എടി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങ കുറച്ചുകൂടെ വലുതാവും. ആ. വലുതായി കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴുക്കുത്തുണ്ടാവും. നഷ്ടം ഈ പൊട്ടനല്ലേ പൊട്ടൻ. ആ എന്തോന്ന് പറഞ്ഞ? ഇത് പുഴുക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞതാ. പുഴുക്കുത്തന്നല്ലേ മാങ്ങയ്ക്ക്? ആ. ഞാൻ കേട്ട്. ആ. ശരിക്കും മാങ്ങയ്ക്കല്ലണ്ണ പുഴുക്കുത്ത്. പിന്നെ? ഞാനിത് ഇവിടുന്ന് പറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ ഇത് വെട്ടി എരിഞ്ഞ് ഞാൻ അച്ചാറാക്കി കൊടുക്കും. ആഹാ. മാങ്ങയ്ക്കകത്തല്ല പുഴുക്കുത്ത്. പിന്നെ? നിങ്ങളുടെ മനസ്സിനാ പുഴുക്കുത്ത്. അയ്യോ അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെങ്കൊച്ച് ഇത്രയും നാൾ മാങ്ങ എന്ന് പറഞ്ഞ് നിന്ന സമയം നിങ്ങൾ ഒരു മാങ്ങെങ്കിലും നിങ്ങൾ കൊടുക്കൂലേ? നിങ്ങൾ കൊടുത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കള് നിങ്ങളുടെ മനസ്സിനാണ് പുഴുക്കുത്ത്. പിന്നെ പെങ്ങളെ ഒരു കാര്യം, ഞാൻ ഇതിൽ നിന്ന് മാങ്ങ പറിക്കുന്ന സമയത്ത് എത്രയാന്ന് വെച്ചാൽ ആവശ്യമുള്ള കഴിച്ചോ, ബാക്കിയുള്ളത് മതി എനിക്ക്. അവനെനിക്ക് കുറെ മാങ്ങ തരാന്ന് പറഞ്ഞല്ല. വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, കഥയിലെ വില്ലൻ ഞാൻ തന്നെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ വക വളിപ്പ് സാധനം അടിക്കല്ലേ, കൊച്ചിന് പിടിക്കല്ലേ, കൊച്ചു ചവിട്ടണെന്ന്. ഇങ്ങനെ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഒരു കൊച്ച് കഷ്ടം.